അയ്യയ്യേ അതിനിപ്പോ എന്തോന്നിന് കാര്യമല്ലേ. എല്ലാവർക്കും ഇപ്പൊ ടിൻസൊക്കെ ഉണ്ടാവുന്നവരെന്തോ ചെയ്യും? ടിൻസൊക്കെ ആവുന്നവരെന്തോ ചെയ്യും? പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു, നമ്മൾ മേടിക്കുന്നു. ഒരു ടെൻഷനും നീ എന്തിനു ടെൻഷൻ? മിക്കവാറും എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞൊരു സംഭവമാണ് അല്ലെ പ്രഗ്നന്റ് ആവുക, കുട്ടികൾ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞാൽ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എല്ലാവരും മതിമറന്ന് സന്തോഷിക്കാറാണ് പതിവ്. എന്നാൽ പ്രഗ്നന്റ് ആയിരിക്കുന്നത് കാരണമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രഗ്നന്റ് ആവാൻ കഴിയാതെ കുട്ടികളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരെല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ പ്രഗ്നന്റ് ആയത് കാരണം സങ്കടപ്പെടുന്ന അപൂർവം ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് മറ്റാരുമല്ല, ഡാനി ഡേയ്സ് എന്ന് പറയുന്ന ഫാമിലി വ്ലോഗ്സിലെ അച്ചു ആണ്. പുള്ളിക്കാരി താൻ പ്രഗ്നന്റ് ആയതറിഞ്ഞ് ആകെ സങ്കടപ്പെട്ട് നടക്കാണ്. വെറുതെ സങ്കടപ്പെട്ടതല്ല കേട്ടോ, കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആവാൻ വേണ്ടി അച്ചു മെന്റലി പ്രിപ്പയർഡ് അല്ലായിരുന്നു. പിന്നെ അവർക്ക് ഓൾറെഡി ചെറിയൊരു കുട്ടി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രഗ്നന്റ് ആയിക്കാണ്. അത് വേഗം ഇത്ര പെട്ടെന്ന് തന്നെ ആയതുകൊണ്ടാണ് അച്ഛന് ഇത്രയേറെ സങ്കടം. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് കിട്ടേണ്ട കെയറൊക്കെ കിട്ടില്ല. പക്ഷെ ആ കുട്ടീനെ ഇങ്ങനെ നോക്കേണ്ടി വരും, എങ്ങനെ നോക്കും, അങ്ങനെ ഒക്കെ വിചാരിച്ച് കാണും. അതുകൊണ്ടായിട്ടും ഇത്രയും വിഷമം. അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാത്തവർ എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഈ അവർക്ക് എല്ലാം ഇപ്പോൾ സന്തോഷമായിരിക്കും, പ്രഗ്നന്റ് ആകുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും. പക്ഷെ ഈ കുട്ടീനെ ആലോചിച്ചാണ്, നില ബേബിനെ ആലോചിച്ചാണ് ഈ അച്ഛന് ഭയങ്കര വിഷമം. കുറച്ച് വീഡിയോ കൂടി കണ്ടുവരാം. എന്തിനു പേടിക്കുന്നത്? ദൈവമേ, ഇങ്ങനൊരു കാര്യം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചോദിച്ചു, ഒറ്റൊരു വീഡിയോയിലായിരുന്നു ചോദിച്ചു. 1-2 ഷോർട്സിൽ ചോദിച്ചായിരുന്നു അച്ചു പ്രഗ്നന്റ് ആണോ എന്ന്. അപ്പൊ ഗായ്സ് ഫൈനലി വി ആർ പ്രഗ്നന്റ്. അച്ചു രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. താണ്ട ഇയാൾക്കൊരു കോട്ടൂടെ. പക്ഷെ അച്ചുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെന്റലി അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അപ്രതീക്ഷിതമായതുകൊണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു. അതെ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് നീനു ബേബിയുടെ കരയുന്നു എന്തിനു? നീ എപ്പോ പറഞ്ഞാലും കരച്ചില്ല. നീനു ബേബിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. നീ എന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു 5-6 വയസ്സാവുമ്പോഴത്തേക്കും അങ്ങനെ 5-6 വയസ്സാവുമ്പോഴത്തേക്കും മതി അടുത്ത ബേബി. പക്ഷെ ഇത് ആയി പോയി. പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറയുന്നത് ഇപ്പൊ തന്നെ 28 വയസ്സായി. മാക്സിമം നമ്മുടെ പ്രഗ്നൻസി എല്ലാം 30-നുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്താ പിന്നെ 6 വീക്സ് ആയി. അതെ, നമ്മൾ പോലും അറിഞ്ഞില്ല. 6 വീക്സ് ആയി. പക്ഷെ എനിക്ക് കഴിഞ്ഞ മന്തിൽ എനിക്ക് പീരീഡ്സ് ആയി. പിന്നെ എങ്ങനെ 6 വീക്സ് ആയെന്ന് എനിക്ക് എത്ര അങ്ങോട്ട് എനിക്കറിയില്ല ഇതിനെ പറ്റി. മീൻസ് പീരീഡ്സ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഏർപ്പാട് 6 വീക്സ് ആയ കാണിക്കുന്നു. അതെ, ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പീരീഡ്സ് ആവത്തില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പീരീഡ്സ് ആയിട്ട് 6 വീക്സ് പ്രഗ്നന്റ് ആയെന്ന് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏട്ടൻ ഓക്കെയാണ്. ഞാനങ്ങോട്ട് അതിൻ്റെ ഇടയിൽ അവർക്ക് കുറേ കമന്റുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രഗ്നന്റ് ആയതിനെ തുടർന്ന് അവർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പാട് വന്നിട്ടുള്ള കമന്റ്, അതൊന്ന് കണ്ടോക്കാം. ഇങ്ങനെ കരയുന്നത് കണ്ട് അതിനെ വിമർശിച്ചുകൊണ്ടുമൊക്കെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില കമന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇത്ര പേടിയും വിഷമവുമുള്ള അമ്മമാര് ദയവ് ചെയ്ത് ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ സേഫ്റ്റി മെഷർമെന്റ് എടുക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പാരന്റ്സ് ഉണ്ട്. പ്രഗ്നന്റ് ആയതിന്റെ പേരിൽ സങ്കടപ്പെടുന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പ്രഗ്നന്റ് ആവുന്നത് പേടിയാണെങ്കിൽ സേഫ്റ്റി മെഷർമെന്റ് എടുത്തുകൊണ്ട് സെക്സിൽ ഏർപ്പെടാമായിരുന്നില്ല എന്നുള്ളതാണ് ഈ കമന്റ് ഇട്ട ആൾ ചോദിച്ചത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ എത്ര സേഫ്റ്റി മെഷർമെന്റ് എടുത്താലും പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത അവിടെ ചെറിയ രീതിയിലെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പാരന്റ്സ് ഉണ്ട് എന്നൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. കുറെ ആളുകൾ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് വിഷമിക്കുന്നത് എന്നത് ശരിയാണ്. എന്ന് കരുതി എക്സ്പെക്ട് ചെയ്യാതെ പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീക്ക് പ്രഗ്നന്റ് ആയതിനോർത്ത് വിഷമിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അങ്ങനൊന്നും ജഡ്ജ് ചെയ്യേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ പബ്ലിക് ആക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ജഡ്ജ്മെന്റുകളും വിമർശനങ്ങളും നേരിടേണ്ടി വരുമെന്ന് ആദ്യമേ ഓർക്കുന്നതും നന്നായിരിക്കും. ഫാമിലി വ്ലോഗേഴ്സ് ആയി പോയില്ലേ, എന്താ ചെയ്യാ? ഇനി അടുത്ത കമന്റ് അയച്ചു നോക്കാം. വൈഫ് കരയുന്ന സമയത്ത് അവളെ ആശ്വസിപ്പിക്കാതെ ഉടനെ ക്യാമറ ഓൺ ആക്കാൻ കാണിച്ച മനസ്സ് അടിപൊളി.
അത് നോക്കണം, സങ്കടവും കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് പോകും. പിന്നെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണെങ്കിലും അത് ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കണ്ടന്റ് ആണ്. ഇവരുടെ പ്രഗ്നൻസി റിവീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോക്കും അതിന് മുമ്പുള്ള വീഡിയോക്കുമുള്ള റീച്ചിന്റെ കമ്പാരിസൺ നടത്തിയാൽ തന്നെ അത് മനസ്സിലാകും. സോ ഇനി അങ്ങോട്ട് ഇവർ 24 മണിക്കൂറും ക്യാമറ ഓൺ ആക്കി പിടിച്ചുകൊണ്ടായിരിക്കും നടക്കുക. പിന്നെ ഭർത്താവ് അച്ചുവിനെ ആശ്വസിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അയാൾ അവളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രഗ്നന്റ് ആയിപ്പോ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ലല്ലോ. സാധാരണക്കാരാകുമ്പോൾ അബോഷനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കാൻ പോണില്ല. അബോഷൻ എന്ന് പറയുമ്പോൾ എന്തോ വലിയ തെറ്റാണല്ലോ നമ്മുടെ നാട്ടിൽ. സോ അയാളെ കൊണ്ട് കഴിയുന്ന പോലെ അയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അച്ചു കരയുന്ന കണ്ട് കൂടെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ കൂടെ ഉണ്ട്, നീ പേടിക്കേണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഭാര്യ കരയുന്ന കണ്ട് ഭർത്താവ് ചിരിക്കുന്നു, അയാൾക്ക് ഇതൊക്കെ വെറും തമാശയാണ്, അച്ചു ആണ് എല്ലാം സഹിക്കാൻ പോകുന്നത് എന്നൊക്കെ കുറെ പേര് കമന്റ് ചെയ്ത് കണ്ട്. അല്ല ഞാനിപ്പോ ചോദിക്കട്ടെ, അയാൾ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? സംഭവിച്ചു പോയില്ലേ, രണ്ടാളും കൂടി ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ചുവിന്റെ ഈ വിഷമം ഓക്കെ പെട്ടെന്നുള്ള ഒരു ചോക്കിൽ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭർത്താവും ആ ചിന്തയിൽ തന്നെയാണുള്ളത്. ഇനി ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളും, അത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇനി ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് കമന്റ്സ് ഉണ്ട്. കുറെ ആളുകൾ അച്ചുവിനെ കുറ്റപ്പെടുത്തുന്നു, കുറെ ആളുകൾ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, കുറെ ആളുകൾ ഇവരെ ആശ്വസിപ്പിക്കുന്നു. ഇരട്ട കുട്ടികളും ഉള്ളവർ ഇവിടെ ജീവിക്കുന്നില്ല എന്ന് ഓർമ്മ